ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ അതെ, ശേഖരനും രാധാമണി തങ്കച്ചിയും അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ മണി മുത്തശ്ശിയും അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമല അതിലെ പോണത്. ഉണ്ട് ശേഖരൻ, എടി കമലേ, നിന്നെ അടി വിളിച്ചത്, അവിടെ നിൽക്കടി എന്ന് പറഞ്ഞു. അപ്പോൾ കമല തിരിഞ്ഞിട്ടൊരു നോട്ടം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ശേഖരൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നിട്ട്, എന്തുട്ടാടി നീ ഇങ്ങനെ തുറച്ച് നോക്കണത് എന്ന് ചോദിച്ചു. എന്താടി, ഈ ചാരങ്ങാട്ട് ശേഖരനെ നീ ആദ്യമായിട്ടാണോ കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ മണിമുത്തശ്ശി ഇങ്ങനെ മണിക്കിലേക്ക്, ഇതേ മുത്തശ്ശി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, മിണ്ടാണ്ട് അവിടെ ഇരുന്നോണം കേട്ടോ, അല്ലെങ്കിലുണ്ടല്ലോ ഈ മണി വാങ്ങിയ തൂരെ എറിയും, എന്നെ അറിയാലോ എന്ന് ശേഖരൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അതെ എടി കമലേ, എൻ്റെ ഷോൾഡറിനെ നല്ല വേദനയുണ്ട്, നീ ഒന്ന് ഷോൾഡർ ഒന്ന് നല്ല മസാജ് ചെയ്ത് തന്നേ എന്ന് ചോദിച്ചു. അന്ന് വന്നേ, ഇങ്ങോട്ടേക്ക് വാടി എന്ന് പറഞ്ഞു. ഒന്നും അനങ്ങിയില്ല. ആൾ അവിടെ തന്നെ ഇങ്ങനെ നോക്കിയപടി നിൽക്കുക. ആഹാ, എന്താടി ഇത്രയും ആലോചിക്കാതിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങോട്ടേക്ക് വാ, ഇങ്ങോട്ട് വാടി. അപ്പോൾ വീണ്ടും വിളിച്ചു, പക്ഷെ അനങ്ങുന്നില്ല. മര്യാദയ്ക്ക് നീ ഇങ്ങോട്ടേക്ക് വരാനാട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഇവക്കെന്തോ മാറ്റമുണ്ടെന്ന്, നീ വിശ്വസിച്ചില്ലല്ലോ. കണ്ടോ, നിൽക്കുന്ന നിപ്പ് കണ്ടോ നീ എന്ന് ചോദിച്ചു. ഓഹോ, എന്തിട്ടാടി, നിനക്കെന്തോ വലിയ മാറ്റമാണെന്നൊക്കെയാണല്ലോ അമ്മ പറഞ്ഞത്. ആ മാറ്റങ്ങളൊക്കെ എനിക്കൊന്ന് കാണണമല്ലോ. അല്ല, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ. എൻ്റെ ഷോൾഡർ മസാജ് ചെയ്തില്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നിനക്കറിയാലോ. അപ്പോഴാണ് ഗംഗ അങ്ങോട്ടേക്ക് പറഞ്ഞത്. എന്താ ശേഖരേട്ടാ ഇത്, സ്ത്രീകളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കമലേടത്തി ശേഖരേട്ടൻ്റെ പാർട്ട്ണറല്ലേ, ആ ഒരു റെസ്പെക്റ്റ് എന്തുകൊണ്ടാ ശേഖരേട്ടൻ കമലേടത്തി കൊടുക്കാത്തത്? അപ്പോൾ വേഗം തന്നെ രാധാമണി എഴുന്നേറ്റ് വന്നിട്ട്, അയ്യോ ഗംഗമോളെ, ഗംഗമോള് തെറ്റിദ്ധരിച്ചതാ. ശേഖരനും കമലയും ഇങ്ങനെ തന്നെയാ പണ്ട് മുതലേ. ശേഖരൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതാ കമലയ്ക്കും ഇഷ്ടം. അതറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാനേ പോകാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ കമല ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഈ രീതി ഒട്ടും ശരിയല്ല കേട്ടോ രാധമ്മായി. ഗംഗമോളെ, നിനക്കറിയാത്തത് കൊണ്ടാ കമലയ്ക്കിപ്പോൾ കുറച്ച് അഹങ്കാരമുണ്ട്. കമല എടുത്തിക്കോ അഹങ്കാരോ? എൻ്റെ പൊന്നോ, എന്താ രാധമ്മായി ഈ പറയണത്? കമലയിടത്തി ഒരു വെറും പഞ്ച പാവല്ലേ. പാവോ? ഇവളോ? ഗംഗമോക്ക് അറിയില്ലാത്തതുകൊണ്ടാ, ഷോൾഡറിന് വേദനയുള്ളത് കൊണ്ടല്ലേ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ ഇവളോട് പറഞ്ഞത്. എന്നിട്ട് അവളത് കേട്ടോ എന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ തുറിച്ചിങ്ങനെ നോക്കി. അപ്പോൾ രാധാമണി ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഗംഗേനെ. അപ്പം എങ്ങനെയും പറഞ്ഞ് ശരിയാക്കണമല്ലോ, ഗംഗ ഇടയാൻ പാടില്ലല്ലോ. വേഗം തന്നെ നമ്മുടെ കമല ശേഖരൻ്റെ അടുത്തേക്ക് ചെന്നു. ഇവിടെ എന്ന് പറഞ്ഞു മസാജ് ചെയ്യാൻ തുടങ്ങി. മസാജ് ചെയ്യുന്ന പോലെ ഇരുന്നു. ആഹാ, എന്താ സുഖം. കമലയിടത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്ന് ഗംഗ ഇങ്ങനെ പറയാം. ആര് നിർബന്ധിച്ചാലും നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഗംഗമോളെ, അതെ, അവക്കിതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം കേട്ടോ. സത്യം പറഞ്ഞാൽ ശേഖരൻ്റെ നാവിൽ നിന്ന് രണ്ട് നല്ല തെറി കേൾക്കുന്നതേ അവൾക്ക് ഒരു ഹരവാട്ടോ മോളെ. സത്യ പറയണത്. എന്ന് പറഞ്ഞു ഗംഗ. സത്യ മോളെ ഞാനീ പറയണത്. ശേഖരൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട്, എടി കമലേ, ഇത് ചാരങ്ങാട്ട് വീടാ. അവൾ കേൾക്കാതെ കേട്ടോ, ഗംഗം കേൾക്കാതെ രഹസ്യമായിട്ട്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ആഹാ എന്താ സുഖം. അപ്പോൾ ഒന്നും നോക്കിയില്ല, കമല നേരെ കത്തി ഇങ്ങോട്ട് എടുത്തിട്ട് ശേഖരൻ്റെ കഴുത്തിനങ്ങ് വെച്ചു. അമ്മേ എന്ന് വിളിച്ചു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് വരണ്ടു പോയി. ആഹാ എന്താ കഥ. ഇവളിതെന്താ കാണിക്കുന്നത്? അയ്യോ കമലെടുത്തി, അത് അപകടമാ, അത് താഴെ വയ്ക്ക് എന്ന് ഗംഗയും പറയാണ്. പക്ഷേ എങ്കിൽ ആര് കേൾക്കാൻ? നിന്നെയുണ്ടല്ലോ ഞാൻ, എടാ ശബ്ദിച്ച കോരവള്ളി നിന്നെ ഞാൻ അറുത്തെടുക്കാം. എന്താ നിനക്ക് കാണണോ? അയ്യോ, എൻ്റെ ശേഖരനെ കൊല്ലാൻ പോന്നേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്ന് പറഞ്ഞ് രാധാമണി തങ്കച്ചി കടന്ന് അലറി വിളിക്കുകയാണ്. അയ്യോ കമലെടുത്തി പ്ലീസ്, അബദ്ധമൊന്നും കാണിക്കില്ലേ എന്ന് ഗംഗയും പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാൻ? എടാ ശാരങ്ങാട്ട് ശേഖര, നിന്റെ കഴുത്ത് ഞാൻ അറുത്ത് കളയാൻ പോവാടാ എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഗൗരിയും ശാങ്കവും ഇറങ്ങി വരുന്നത്.
പേടിച്ചു പോയി ഇവർ. ഇതെന്തീ കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. കമലെടുത്തി എന്ന് വിളിച്ചുകൊണ്ടാണ് ഗൗരി ഓടി വരുന്നത്. കമലെടുത്തി എന്തീ കാണിക്കുന്നത്? കമലെടുത്തി ദേ വേണ്ടാട്ടോ എന്ന് ശങ്കറും പറഞ്ഞു. പക്ഷേ എങ്കിൽ കേൾക്കണില്ല. കമലെടുത്തി ഒരാളും എൻ്റെ അടുത്തേക്ക് വരരുത്. വന്നാൽ ഇവൻ്റെ കോരവള്ളം ഞാൻ കണ്ടിക്കും. ഇവൻ്റെ കഴുത്ത് ഞാൻ കണ്ടിച്ചിരിക്കും. അയ്യോ എൻ്റെ മോനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു. രാധമായി ചുമ്മാ ബഹളം ഉണ്ടാക്കി കമലയെടുത്തിയെ പാനിക്കാക്കല്ലേ എന്ന് പറഞ്ഞു ഗംഗ. എൻ്റെ പൊന്നമ്മേ, ശേഖരണ്ണ ഒരു ചുക്ക് സംഭവിക്കില്ല, ഒന്ന് മിണ്ടാണ്ട് അവിടെ ഇരിക്കുക, ഒട്ടങ്ങി നിൽക്കുവാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ശങ്കർ. അപ്പോൾ കൈക്ക് കയറി പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും വേഗം തന്നെ കഴുത്തിന് മുറുക്കി നമ്മുടെ കമല. അപ്പോൾ വേഗം ശങ്കർ പറയാണ്, നീ കമലയിടത്തോടൊന്ന് ചെന്ന് സംസാരിച്ചേ ഗൗരി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി കമലയിടത്തി ദേ ഞാൻ കമലയിടത്തയുടെ അടുത്തേക്ക് വരിക, വേണ്ട ആരും എൻ്റെ അടുത്തേക്ക് വരരുത്, എൻ്റെ അടുത്തേക്ക് വരരുതെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും മുറുകെ പിടിക്കുകയാണ്. അപ്പോൾ ഗൗരി നീ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ശങ്കു. അപ്പോൾ പതുക്കെ ഗൗരി ഒന്നുമല്ലാത്ത മട്ടിൽ നേരെ നമ്മുടെ കമലയുടെ അടുത്തേക്ക് ചെന്നു. കമലയിടത്തി ഗൗരി പറഞ്ഞാൽ എൻ്റെ കമലയിടത്തെ അനുസരിക്കില്ലേ? എന്തേ അല്ലേ കമലയിടത്തി? അപ്പോൾ വളരെ ശാന്തമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഏട്ടത്തിക്ക് ഈ ഏട്ടത്തിയുടെ ഗൗരീനെ വിഷമിപ്പിക്കാൻ പറ്റുമോ ഏട്ടത്തി എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അതെ കമലയിടത്തി, എൻ്റെ സങ്കടം ഏട്ടത്തിക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ലയെന്ന് എനിക്കറിയാം. ഒരിക്കലും എൻ്റെ ഏട്ടത്തി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതെ കമലയിടത്തി, പിന്നെ എന്തിനാ എൻ്റെ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യണത്? വിട്ടേരെ, പാവല്ലേ, വിട്, ഏട്ടത്തി കത്തി എടുക്കുക എന്നൊക്കെ ഇങ്ങനെ ഗൗരി പറയുകയാണ്. അപ്പോൾ കഴുത്തിന് മുറുകെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. കാരണം ആ കത്തി എടുത്ത് മാറ്റി കേട്ടോ, ഗൗരി പറഞ്ഞതല്ലേ എന്നോർത്ത്. അപ്പോഴാണ് എല്ലാവർക്കും ഒരു ആശ്വാസം വന്നത്. അപ്പോൾ വേഗം തന്നെ പൂജയും പ്രാർത്ഥനയും വ്രതവും ഒക്കെ ആ കമലയിടത്തിയുടെ ജീവിതം. അങ്ങനെയുള്ള കമലയിടത്തിയാണോ ഇപ്പം ഇത് ഈ കത്തിയൊക്കെ കയ്യിലെടുത്ത് മറ്റുള്ളവരെ പേടിപ്പിക്കുന്നത്? എന്താ കമലയിടത്തി ഇത്? സാരമില്ല കേട്ടോ, പോട്ടെ, എടുത്തി വരൂ, നമുക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കുമ്പോൾ കമലയിടത്തി ഓക്കെ ആയിക്കോളും. വായേട്ടത്തെ ഞാനല്ലേ വിളിക്കുന്നത്, വായോ എന്ന് പറഞ്ഞ് കമലയും കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ചങ്ങ് നടന്നിട്ട് വേഗം സ്റ്റക്കായ പോലെ നിന്നു. എന്നിട്ട് തിരിഞ്ഞിങ്ങ് നിന്നു കമല. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, കമല ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എടാ ചാരങ്ങാട്ട് ശേഖരനും രാധാമണി തങ്കച്ചിയും സൂക്ഷിച്ചോ, രണ്ടിനെ ഞാൻ വച്ചിട്ടുണ്ട്. രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല, ഒരു കാരണവശാലും വിടില്ല. നിന്റെ ചോര കണ്ടിട്ടേ ഞാൻ അടങ്ങുള്ളൂ. നീ സൂക്ഷിച്ച് തന്നെന്നോ, എന്നാലേ നിന്റെ കരച്ചിൽ നിൽക്കുമോ? എനിക്ക് നിന്റെ കരച്ചിൽ അത് നിർത്തണം, നിർത്തിയേ പറ്റൂ. അതിന് നിന്റെ ചോര വീഴണം, അത് ഉറപ്പ് എന്ന് പറഞ്ഞ് കമല ഇങ്ങനെ നിൽക്കുകയാണ് ഉറഞ്ഞു തുള്ളി. കമലടുത്തി നമുക്കുള്ളിലേക്ക് പോവാം, ബാ നമുക്ക് അകത്തേക്ക് പോവാം, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് കമലയെയും പിടിച്ചുകൊണ്ട് ഗൗരി നേരെ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും വരണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാധാമണി ശരിക്കും പേടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിച്ചു. ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധാമണി ഇവക്കിത് എന്താ പറ്റിയത്? ഷോ, നമ്മുടെ കമലയിടത്തേക്ക് എന്താ പറ്റിയത് എന്ന് ശംഖു ഇങ്ങനെ പോയിക്കുകയാണ്. ശംഖു ലക്ഷണം കണ്ടിട്ട് കമലയിടത്തിയുടെ മെൻ്റൽ ഹെൽത്ത് അത് അപകടത്തിലാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ കമലയിടത്തേക്ക് ഭ്രാന്താണെന്നാണോ ഗംഗയെ പറയണത്? മെൻ്റൽ ഇഷ്യൂ എന്ന് വെച്ചാൽ ഭ്രാന്തെന്നല്ല. ഏട്ടത്തിയുടെ മനസ്സിലടുപ്പിക്ക് വെച്ചിരുന്ന വേദനയും സങ്കടങ്ങളും അപമാനവും ഒക്കെ ഈ വീതിയിൽ പുറത്തു വരുന്നു. അങ്ങനെയാ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു. പാവം കമലയിടത്തി, ഷോ ഇനി എന്താ ചെയ്യുക? ആകെ ഇതായിപ്പോയി. ശേഖരനാണെങ്കിൽ മരക്കൂറ്റി പോലെ അവിടെ ഇരിപ്പാണ്. ഇനി എന്താ അവക്കിട്ട് കൊടുത്ത് ശരിയാക്കാം എന്നുള്ള മട്ടിലാണ് ശേഖരൻ്റെ ഇരിപ്പ് കേട്ടോ. അപ്പോൾ കമലയായിട്ട് റൂമിൽ വന്നു. കമലയിടത്തി ആ കത്തിങ്ങിതാ. ഇല്ല, ഞാനിത് തരില്ല. അയ്യോ, ഞാനല്ലേ ചോദിക്കുന്നത്, ആ കത്തി ഇങ്ങ് തന്നേക്ക്. കത്തി ഞാൻ തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നീ ചോദിക്കുന്നത് എന്ന് ചോദിച്ച് ഗൗരിയോടും തട്ടിക്കയറുകയാണ്. ഇത് ഞാൻ ആർക്കും ഞാൻ കൊടുക്കില്ല, ഉറപ്പായിട്ടും കൊടുക്കില്ല. എനിക്ക് കൊല്ലണമെന്നല്ലേ പറഞ്ഞത്. കമലയിടത്തി എന്താ ഈ പറയുന്നത്? ഏട്ടത്തിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. എന്തിനാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? എന്താ പറ്റിയത് കമലയിടത്തി എന്ന് ചോദിച്ചു ഗൗരി. അപ്പോൾ വേഗം തന്നെ ആൾ വലിയ പാനിക്കായിട്ടോ. അപ്പോൾ വേഗം തന്നെ ഗൗരി എന്ന് വിളിച്ചു. അത് ഗൗരി, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, പക്ഷേ അത് ആ കരച്ചിൽ നിനക്ക് കേൾക്കാവോ ഗൗരി എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ആകെ ഇതായിപ്പോയി. കുഞ്ഞുങ്ങളുടെ ആ കരച്ചിൽ എൻ്റെ ചെവിയിൽ അതെങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക, എന്നെ വല്ലാണ്ട് അസ്വസ്ഥതപ്പെടുത്തുക. ഒന്നല്ല കേട്ടോ, 5 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, 5 കുഞ്ഞുങ്ങളാണ് കരഞ്ഞുകൊണ്ടിരിക്കണത്.
എനിക്കറിയാം. അവരോട് ആ കരച്ചിലൊന്ന് നിർത്താൻ പറയൂ ഗൗരി, പ്ലീസ് ഗൗരി. അപ്പോഴേക്കും ഗൗരിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എൻ്റെ സമാധാനം പോവാ ഗൗരി, നീ ഒന്ന് പറയൂ ഗൗരി, പ്ലീസ് ഗൗരി എന്ന് പറഞ്ഞു. അവരെവിടെ ഇരുന്നാ ഗൗരി കരയണത്? അല്ല, ഞാൻ കാണുന്നില്ലല്ലോ. അവരെന്നെ പറ്റിക്കാണോ? ഈ റൂമിലെ എവിടെയോ അവർ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ, ഉറപ്പായിട്ട് ഇരിപ്പുണ്ട്. 5 പേരും ഒളിച്ചിരിക്കുക, എന്നെ കാണാതെ ഒളിച്ചിരിക്കുക. അവരെവിടെയായിരിക്കും? കരയരുതെന്ന് നീ അവരോടൊന്ന് പറയൂ ഗൗരി, പ്ലീസ് ഗൗരി, നീ ഒന്ന് പറയ എന്ന് പറഞ്ഞു. അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് നീ ഒന്ന് പറയണ്ട ഗൗരി. ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ചു. എന്താ ഏട്ടത്തി ഇത്, ഇങ്ങനെ പറയല്ലേ? അപ്പോൾ ഗൗരി പേടിച്ചു പോയിട്ടോ കമലയുടെ അവസ്ഥ കണ്ട്. ഗൗരി കരയരുതെന്ന് നീ ഒന്ന് പറ ഗൗരി. അവരെ ഒന്ന് നോക്കിയേ, അവരെവിടെയോ ഒളിച്ചിരിക്കുന്നതെന്ന് നീ ഒന്ന് നോക്കിയേ. അവരിവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, അവരെന്നെ പറ്റിക്കേട്ടോ. നിനക്കവരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ, പറ്റുന്നുണ്ടോ? അവരെവിടെയോ ഒളിച്ചിരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കിയിട്ട് തലയിങ്ങനെ എനിക്ക് എന്ന് പറഞ്ഞു. നീ അവരെ കണ്ടില്ല അല്ലേ? ആ, നിന്നെ അവർ പറ്റിച്ചതാട്ടോ. നിന്നെയല്ല, എല്ലാവരെയും പറ്റിക്കുക അവർ. ഇവരെവിടെയാണെന്ന് ആർക്കറിയാം, നോക്കാം, ഇവിടെ എവിടെയും കാണും എന്ന് പറഞ്ഞ് കമല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പെരതി നോക്കുകയാണ്. അവർ എവിടെയും ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. 5 പേരുടെ ഏതെങ്കിലും സൈഡിൽ ഒളിച്ച് നിൽപ്പുണ്ടാവും, എന്നെ പറ്റിക്കുക അവർ. എന്നിട്ട് അവസാനം കമലയെ പിടിച്ചു ഈ പ്രകടനം കണ്ടിട്ട്. അപ്പോൾ ഗൗരി ഒന്ന് കരയാം. നീ എന്തിനാ കരയണത്? ശങ്കർ നിന്നോട് വഴക്കിട്ടോ? എന്താ ഗൗരിയെ? അപ്പം ഗൗരി കമലയെ ചേർത്ത് പിടിച്ച് നിന്ന് കരയാണ്. ഈ അവസ്ഥ കണ്ടിട്ട് ഗൗരിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. നീ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നീയെ ശങ്കർ വഴക്കുണ്ടാക്കിയോ? അവന് കുഴപ്പമൊന്നുമില്ല, അവൻ പാവാ, നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടേ അവനെ വഴക്കിട്ടാലൊന്നും കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗൗരിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കമല. പക്ഷെങ്കിൽ കമലയുടെ ഈ അവസ്ഥ കണ്ട് ഗൗരി ആകെ താളം തെറ്റിയ പോലെ ആയിപ്പോയി. ആ കരച്ചിൽ ഞാൻ വീണ്ടും കേൾക്കുന്നു, അവരോടൊന്ന് കരച്ചിൽ നിർത്താൻ പറയുക എന്ന് പറഞ്ഞ് കമല അലറി വിളിച്ച് നിന്ന് കരയാണ്. ഇത് കണ്ട് ഗൗരി നിസ്സഹായായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശിനെയും വേണീനെയാണ്. അപ്പോൾ ആദർശിനെയൊക്കെ വേണ്ട മണ്ടയിൽ സ്റ്റെയറിലൊക്കെ കയറ്റി ഭക്ഷണം കൊടുക്കുകയാണ് നമ്മുടെ വേണി. അപ്പോൾ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദർശേട്ടാ, നിങ്ങൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്ന് ചോദിച്ചോ. രുചി തോന്നണില്ലേ? അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ വേഗം നോക്കി. അപ്പോൾ വേണി ആ കയ്യിലിരുന്ന ഭക്ഷണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ എന്താ പറ്റിയത്? എന്താ ആദർശേട്ടാ? വേണി, എനിക്കൊന്നും കഴിക്കാൻ തോന്നണില്ല, വിശപ്പില്ല. ഹായ്, ഇത് കൊള്ളാമല്ലോ. എൻ്റെ പൊന്നാദർശേട്ടാ, ഇതേ ഈ രണ്ടുകൂടെ ഒന്നിച്ച് പറയല്ലോ കേട്ടോ. ഒന്നെങ്കിൽ വിശപ്പില്ല എന്ന് പറയണം, അല്ലെങ്കിൽ കഴിക്കാൻ തോന്നണില്ല എന്ന് പറയണം. ഇത് രണ്ടുകൂടി പറഞ്ഞാലേ ഞാൻ പെട്ടുപോവില്ലേ വേണി എന്ന് വിളിച്ചു. നിൻ്റെ ലൈഫ് വേസ്റ്റായിന്ന് നിനക്ക് തോന്നുന്നില്ലേ? ആദർശേട്ടാ, നിങ്ങൾ എന്തുട്ടാ ഈ വിളിച്ചു പറയണത് എന്ന് ചോദിച്ചു. നിൻ്റെ ലൈഫ് കയ്യിൽ നിന്ന് പോയിന്ന് എനിക്കറിയാം, പക്ഷേ നീ അത് ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ സന്തോഷം അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, എത്ര നാൾ നിനക്ക് എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ പറ്റും? ഓഹോ, അപ്പോൾ ഈ വെറുതെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെയല്ലേ? വേണി, ഒരു നല്ല ജീവിതമല്ലേ നീ ആഗ്രഹിച്ചത്? പക്ഷേങ്കിൽ ഇനി ഒരിക്കലും നീ ആഗ്രഹിച്ച പോലൊരു ജീവിതം നിനക്ക് തരാനായിട്ട് എനിക്ക് കഴിയില്ല. അല്ല, നിനക്ക് എന്നോട് ദേഷ്യമില്ലേ വേണി? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ വെറുതെ സെൻറ്റ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കാതെ ഇതൊന്ന് കഴിച്ചേ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ചോദിച്ച കേട്ടില്ലേ, എന്നോട് നിനക്ക് ദേഷ്യമില്ലേ എന്ന്? എൻ്റെ മനുഷ്യ, നിങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണോ? അല്ലല്ലോ. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. അതിനിപ്പോൾ എന്താ ചെയ്യാനാ? പിന്നെ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. അല്ലാണ്ടേ നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങളോടൊപ്പം നിൽക്കേണ്ടതേ എൻ്റെ കടമയല്ലേ? അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതേ ഒരു കടമ ചെയ്യലൊന്നും അല്ല കേട്ടോ, അതെൻ്റെ സ്നേഹമാണ്, അതാദ്യം മനസ്സിലാക്ക് എന്ന് പറഞ്ഞു. നീ എന്തിനാ വേണി എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊള്ളുന്നത് എന്ന് ചോദിച്ചു. ആഹാ, അത് കൊള്ളാലോ. ഒരാൾ മറ്റൊരാളെ കൊള്ളുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? വേണി, നിൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നശിപ്പിച്ച് കളഞ്ഞില്ലേ? ഇനി ഒരു സ്ത്രീ എന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന യാതൊരു സുഖവും നിനക്ക് തരാൻ എനിക്ക് കഴിയില്ല വേണി എന്ന് പറഞ്ഞ്
ഭയങ്കര സങ്കടത്തിൽ ആദർശ് പൊട്ടിക്കരയാണ്. ഇത് കണ്ടപ്പോഴത്തേനും വേണിയുടെ സമാധാനം തെറ്റിയതുപോലെ ആകെ പിടിച്ച് നിൽക്കാൻ വല്ലാണ്ട് പാടുപെടുന്നുണ്ട് കേട്ടോ ആള്. അപ്പം സങ്കടം അങ്ങനെ വന്നുവെങ്കിലും ആദർശിനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനപ്പെടുത്തുക തന്നെ ചെയ്യണം. അപ്പം ആളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നു മത്താപ്പേ ഇങ്ങനെ നോക്കിയേ, കരയല്ലേ എന്ന് പറഞ്ഞു. ദേ ദേ എൻ്റെ പൊന്നു ബോക്സിങ് ചാമ്പ്യനല്ലേ, നിങ്ങൾ നോക്കുന്നേ, ഇങ്ങനെ കരയാതെ എൻ്റെ ചക്കര മത്താപ്പ് ഇങ്ങനെ കിടന്ന് കരയല്ലേ, എന്താ ഇത് എന്ന് ചോദിച്ചു. ആദർശേട്ടാ ഇങ്ങോട്ടൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പം ആദർശിന് വേണിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റണില്ല. ഞാൻ വെറും പൊട്ടിപ്പെണ്ണ, ഒരു ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാത്ത ആളാ. പക്ഷേ എങ്കിലുണ്ടല്ലോ എനിക്ക് ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യാം. പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ? ഞാൻ എത്ര കരഞ്ഞാലും അത് അത്രയ്ക്കേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ എൻ്റെ ബോക്സിങ് ചാമ്പ്യൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഹാ, നിങ്ങളൊരാണല്ലേ എൻ്റെ മനുഷ്യ എന്ന് ചോദിച്ചു. നിങ്ങൾ കരയാൻ പാടുണ്ടോ? അയ്യോ, അത് അങ്ങനെ ആണുങ്ങൾക്ക് കരയാൻ പാടില്ലേ വേണി എന്ന് ചോദിച്ചു. നിന്നെ പിന്നെ സങ്കടം വരുമ്പോൾ ഞങ്ങൾ ആണുങ്ങൾ അതെന്ത് ചെയ്യും എന്ന് ചോദിച്ചു. പിന്നെ എന്താ ചെയ്യുക? അതെ, നിങ്ങൾ എന്തുട്ടാ ചെയ്യേണ്ടത് അതറിയോ നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. നിങ്ങളുടെ സങ്കടം അപ്പോൾ അവരവരുടെ ഹൃദയം കൊണ്ട് അത് മനസ്സിലാക്കിക്കോളൂന്നേ. അതാ ഞാനീ പറയണത്. ഈ ലോകത്തുള്ള ഒരുപാട് ആണുങ്ങൾക്ക് അങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരാളില്ലാത്തതാണ് പ്രശ്നം. പക്ഷേ എങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ മത്താപ്പേ, നിങ്ങൾക്ക് ഞാനില്ലേ ആദർശേട്ടാ, പിന്നെ നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഈ വേണിയില്ലേ, ദേ നിങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക, എനിക്ക് അത്ര മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞു. വാ എൻ്റെ മത്താപ്പേ എന്ന് പറഞ്ഞു. അപ്പോൾ വേണീനെ വട്ടം പിടിച്ച് നമ്മുടെ ആദർശ ചേർത്ത് പിടിക്കുകയാണ്. അപ്പം അത് ആദർശിനെ നെഞ്ചോട് ചേർത്ത് വേണിയും. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ വേണിക്ക്, ഒരുപാട് സന്തോഷം. അപ്പോൾ വേണിയെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ ആളുടെ മനസ്സ് അലിഞ്ഞു പോയി. മനുഷ്യ എന്ന് വിളിച്ചു. ദേ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാനുണ്ടല്ലോ, എനിക്ക് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു സ്ത്രീയുടേതായ കുറേ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ ആഗ്രഹങ്ങൾക്ക് അപ്പുറമാണ് കേട്ടോ എനിക്ക് നിങ്ങളോടുള്ള ആ സ്നേഹം. അതുകൊണ്ടേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, ഞാനിത് വെറുതെ പറയണമെന്നല്ല കേട്ടോ. അതെന്താണെന്നറിയോ? നിങ്ങളെൻ്റെ പ്രാണനാ മനുഷ്യ, അത്രയ്ക്കിഷ്ടം എനിക്ക് നിങ്ങളെ എൻ്റെ എല്ലാം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു കുറവേ അല്ല കേട്ടോ, അത് ഓർത്ത് വിഷമിക്കരുത് എന്ന് പറഞ്ഞു. ഞാനേ ദേ നിങ്ങളെ സ്നേഹിക്കുന്നതേ എൻ്റെ ഹൃദയം കൊണ്ടാണ്, എൻ്റെ ജീവനായിട്ടാണ് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത്, എൻ്റെ മനസ്സുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ആദർശിന് കൂടുതൽ സങ്കടമാകുകയാണ്. എൻ്റെ പൊന്നോ, എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട എൻ്റെ ആദർശേട്ടാ. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, എൻ്റെ ആ കരുതൽ മാത്രം മതി, ആ ഒരു കെയറിങ് ഉണ്ടല്ലോ അത് മതി ആദർശേട്ടാ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ വേണിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വേണി ശരിക്കും എന്താ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ നോക്കണത്? നിന്നോട് റെസ്പെക്റ്റ് തോന്നുക, എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുകയെന്ന് എന്ന് പറഞ്ഞു. സത്യം പറയട്ടെ, നീ അടിപൊളിയാട്ടോ വേണി, സൂപ്പർ. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ആൾക്കാരിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടോ നീ എന്ന് പറഞ്ഞു. എൻ്റെ മത്താപ്പേ, ഒരു ഭാര്യയ്ക്ക് ഇതിലപ്പുറം ഒരു അംഗീകാരം കിട്ടാനില്ല കേട്ടോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇന്നേ നിങ്ങളുടെ ഈ വാക്കുകളുണ്ടല്ലോ അത് മതി കേട്ടോ, അത് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് തന്നെ വെക്കുക കേട്ടോ, അത് മതി എനിക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ആദർശിനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ വേണിയും ആദർശും. എത്ര സന്തോഷമെന്ന് പറയാൻ പറ്റില്ല, അത്ര ഹാപ്പി ആയിട്ടോ ആദർശും വേണിയും. അപ്പോൾ രണ്ടുപേരുടെയും ആ സന്തോഷത്തോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.